തിരുവനന്തപുരം മുതൽ വയനാട് വരെ 60ഓളം ഉദ്യോഗാർത്ഥികളിൽ നിന്നും 2 മുതൽ 14 ലക്ഷം രൂപ വരെ കാനഡയിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് തങ്ങളെ പറ്റിച്ചുവെന്ന് പരാതിയുമായിട്ടാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇന്ന് പ്രവാസ ലോകത്തെ സമീപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ശാസ്തമംഗലത്തുള്ള ബ്രൂക്ക്പോർട്ട് ട്രാവലേഴ്സ് എന്ന ഏജൻസിയാണ് ഇവരെ ഇത്തരത്തിൽ ചതിച്ചിരിക്കുന്നത്. തുടരെ അരങ്ങേറുന്ന വ്യാജ വിസ വാഗ്ദാന തട്ടിപ്പിൻ്റെ ഒരു കഥ കൂടെ പ്രവാസ ലോകത്തിൽ കൂടി ചുരുളഴിയുകയാണ്. നിങ്ങൾ ഈ വികസിത രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ കൂടുതൽ തട്ടിപ്പുകൾ നടക്കുന്നത്. യൂറോപ്പ്, അതുപോലെ കാനഡ, അമേരിക്ക, ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിലേക്കാണ്. ഇതിലെങ്ങനെ നിങ്ങളെ പോലത്തെ ആളുകൾ ചെന്നപ്പെടുന്നത്? സാറേ, എൻ്റെ അമ്മ ഇത്തരത്തിൽ അനധികൃതമായിട്ട് യൂറോപ്പ് ഇറ്റലിയിലേക്ക് കുടിയേറിയ ഒരാളാണ്. അതായത് 2008 വിസിറ്റിംഗ് വിസയിലാണ് എൻ്റെ അമ്മി യൂറോപ്പിലോട്ട് ഇറ്റലിയിലോട്ട് കുടിയേറിയതും പിന്നീട് അവിടെ ഇത് ലീഗലാവുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ജോലി ചെയ്യുന്നുണ്ട്. അമ്മ ഇപ്പോഴും അവിടെ ഇറ്റലിയിലാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങൾക്ക് 18 വയസ്സ് പൂർത്തിയായതുകൊണ്ട് ഞങ്ങളെ ആരെയും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് അപ്പോൾ ഞാനിങ്ങനെ ഇറ്റലിയിലേക്ക് വിസയ്ക്ക് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇറ്റലിയിലേക്കുള്ള വിസ എടുത്ത് പോകായിരുന്നില്ലേ? വിസ റിജക്റ്റായി പോയി. റിജക്റ്റായി പോയി. സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ട്രൈ ചെയ്തു. സ്റ്റുഡൻറ്റ് വിസ വേണമല്ലോ, വിസിറ്റ് വിസയ്ക്ക് പോകാമല്ലോ. വിസിറ്റിംഗ് വിസയ്ക്ക് പോയി ചാടാം, പക്ഷേ എന്നാലും നമുക്ക് പേപ്പർ കിട്ടാനൊക്കെ താമസം എടുക്കും. അമ്മനെ കാണാനൊക്കെ വേണ്ടിയിട്ട്. അല്ല, അമ്മ തിരിച്ചു വരും, എല്ലാ വർഷവും വരുന്നുണ്ട്. ഇപ്പം ലീഗലാണ്. അങ്ങനെ വിസിറ്റിംഗ് വിസയ്ക്ക് പോയിട്ട് ലീഗലായി. പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള ഒരാൾ ഇതുപോലെ കാനഡയ്ക്ക് പോയിട്ട് 2004 അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ഒരു അവിടെ ചെന്നു, ഒരു പഞ്ചാബി അയാളെ സഹായിച്ചു. അവിടെ ഞങ്ങൾ കമ്പനിയൊന്നും ഇല്ലായിരുന്നു അവിടെ, പക്ഷേ അയാളെ ഒരു പഞ്ചാബി സഹായിച്ചു. പിന്നീട് അയാൾ അവിടെ ലീഗൽ അയാൾ ഭാര്യയും മക്കളെയൊക്കെ അയാൾ കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ തട്ടിപ്പ്. ഇവിടെ ജോലി ഉണ്ട് നിങ്ങൾക്ക്? ഞാൻ MSW പാസ്സായ ഒരാളാണ്, പക്ഷേ ജോലിയൊന്നും ശരിയായിട്ടില്ല പറയത്തക്ക രീതിയിലുള്ളത്. എത്ര രൂപ കൊടുത്തു? ഞാനിപ്പോൾ 3.5 ലക്ഷം രൂപയാണ് അവർക്ക് കൊടുത്തത്. എന്താ പറയണത് ഈ പിന്നെ ബ്രൂക്ക്പോർട്ട് ട്രാവൽ ആൻഡ് ലോജിസ്റ്റിക്സ്? ബ്രൂക്ക്പോർട്ട് ട്രാവൽ അവർ പറഞ്ഞു നിങ്ങൾ ലീഗലായി മൂവ് ചെയ്യലാൻ പറഞ്ഞു. അങ്ങനെ ലീഗലായിട്ട് മൂവ് ചെയ്യണത് കാശ് ചോദിച്ചാൽ തരികയല്ലേ വേണ്ടത്? കാശ് ചോദിച്ചാൽ അവരങ്ങനെ അയാൾ റീസൺ എന്താ പറയണത്? അയാൾ അറസ്റ്റ് ചെയ്തിരുന്നു. അവരുടെ ലീഗലായി മൂവ് ചെയ്തോ എന്നാ പറയുന്നത്. തരാനുള്ള ഉദ്ദേശം ഇല്ല അവർക്ക്. അവർ പറഞ്ഞ കാരണം എന്താ? അവരൊരു കാരണം അങ്ങനെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല. നിങ്ങളടുത്ത് പറഞ്ഞു? ഞങ്ങളുടെ അടുത്ത് ഒരു കാരണം അവർ പറയുന്നില്ല. പിന്നെ പോലീസുകാരോട് അവർ പറയുന്നത് അവർക്ക് ചണ്ഡീഗഡിലൊരു സ്ഥാപനം അവരെ പഠിച്ചെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഞങ്ങളുടെ അടുത്ത് അവരൊന്നും പറയുന്നില്ല. 62 പേരുണ്ട് നിങ്ങൾ? മൊത്തം 65ഓളം പേരുണ്ട്. അതിൽ 35 FIR ആണ് നിലവിലിട്ടിരിക്കുന്നത്. 30ഓളം പേര് ഇതിൽ നിന്ന് ഒഴിവായിപ്പോയി. അവർക്ക് കേസും ഒന്നിനോടും താല്പര്യമില്ല. അതുകൊണ്ട് 35ഓളം ഒഴിവായിപ്പോയി. ഈ 35 ഒഴിവായി. നമ്മുടെ തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷനിൽ തന്നെ ഏകദേശം 12 FIR നിലവിലുണ്ട്. അതിൽ അന്വേഷണം പൂർത്തീകരിച്ചിട്ടില്ല. ആള് ജയിലിലായിരുന്നു 120 ദിവസം. അമ്മയും മകനും ജയിലിലായിരുന്നു. ഈ അച്ഛനെന്ന് പറയുന്ന സജു സൈമന ജാമ്യം എടുത്തു, മുൻകൂർ ജാമ്യം എടുത്ത് അയാൾ പുറത്തുണ്ട്. അപ്പം ഈ 120 ദിവസം ജയിലിൽ കിടന്നിട്ട് അവർ പുറത്തിറങ്ങി. പുള്ളി CPIMല് കേശവദാസൻ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. നമ്മൾ ഈ VK ജോയ് MLA സാറിനെ കണ്ടു, പരാതി കൊടുത്തു. അങ്ങനെ പുള്ളി അപ്പം തന്നെ പറഞ്ഞു പുള്ളിയെ ഇടപെട്ട് പാർട്ടി പുറത്താക്കി. അതിനുശേഷം നമ്മളിപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. കാരണം നമ്മുടെ ഈ 12 കേസും നിലവിൽ മ്യൂസിയം സ്റ്റേഷനിൽ സ്റ്റക്കായിരിക്കുകയാണ്. അത് കോടതിയിലോട്ട് ഇതുവരായിട്ടും കുറ്റപത്രം സമർപ്പിച്ചില്ല. പക്ഷേ ഈ ബാക്കിയുള്ള കേസുകളെല്ലാം കുറ്റപത്രം കോടതിയിലോട്ട് സമർപ്പിച്ചു. നമ്മുടെ കേസുകൾ മാത്രം മൂവ് ആവുന്നില്ല. ഇപ്പോൾ അങ്ങനെ ആ ഒരു പരാതി പേരിൽ ഇപ്പോൾ 2 ദിവസം തന്നെ നമ്മളെ മ്യൂസിയം സ്റ്റേഷനിൽ നിന്ന് വിളിച്ചായിരുന്നു. നിങ്ങൾ എന്തിനാണ് മുഖ്യമന്ത്രിയെ കണ്ട് പരാതി കൊടുത്തതെന്ന് ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ പരാതി മ്യൂസിയം സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു, നമ്മൾ കൊടുത്ത പരാതി. അത് നല്ലൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൽ വരാൻ പറ്റുന്ന കാരണം എന്ന് വെച്ചാൽ ഞാനൊരു സൗദിയെ പ്രവാസിയായിരുന്നു. ഒരു 3 വർഷം സൗദിയിൽ അറാംകോയ്ക്കകത്ത് വർക്ക് ചെയ്തൊരു സ്റ്റാഫാണ്. റിട്ടേൺ ടിക്കറ്റോടുകൂടിയാണ് ഞാൻ നാട്ടിൽ വന്നത്. എൻ്റെ മകനൊരു വയ്യായ കാരണമാണ് ഞാൻ തിരിച്ചു പോകാത്തത്. ഇപ്പം ഞാൻ 8 വർഷമായി തിരുവനന്തപുരത്ത് ഒരു കോൾ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഡ്രൈവറായിട്ട് പല വീടുകളിലും ഡ്രൈവർ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക, പോവുക എന്നുള്ളതാണ്. എൻ്റെ മകൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമായിട്ട് ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവരെ ഡ്രൈവറായിട്ടാണ് ഞാൻ ഇവരെ പരിചയപ്പെടുന്നത്. അങ്ങനെ ഇവർ എൻ്റെ അടുത്ത് വിസ
ഇവരിങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുകയും ഞാൻ അവരുടെ അടുത്ത് പോയി ചോദിച്ചു, എനിക്കും കൂടെ ഒരു ജോലി, കാരണം എനിക്ക് വീടൊന്നുമില്ല, ഞാൻ റെൻ്റാണ് താമസിക്കുന്നത്, ഒന്നുമില്ല. എൻ്റെ മകൻ്റെ ഇനിയുള്ള മുന്നോട്ടുള്ള ചികിത്സയ്ക്കും അവൻ്റെ നല്ല നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് എനിക്കൊരു വീട് വേണം എന്നുള്ള രീതിയിൽ ഇവരെ ഇത് കേട്ടപ്പോൾ ഞാനും അതിൽ ചെന്ന് വീഴുകയായിരുന്നു. ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞു, എല്ലാവരെയും നിന്നും 10-12 ലക്ഷം രൂപയാണ് മേടിക്കുന്നത്, മഹേഷിൻ്റെ ഈ ഒരു സാഹചര്യം മനസ്സിലാക്കി എനിക്ക് 7 ലക്ഷം രൂപ തന്നാൽ മതി, നിങ്ങൾക്ക് അങ്ങനെ. ഞാൻ ആ പൈസ പലരുടെയിൽ നിന്നും കടങ്ങൾ വാങ്ങി പലിശയ്ക്ക് എടുത്തും 7 ലക്ഷം രൂപ കൊടുത്തു. പലരിൽ നിന്നും കടങ്ങൾ വാങ്ങി പലിശയ്ക്ക് എടുത്തും എൻ്റെ ഭാര്യയുടെ കെട്ടുതാലി വരെ പണയം വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് ഈ 7 ലക്ഷം രൂപ. എന്നിട്ട് വിളിക്കുമ്പോഴെല്ലാം അവർ പറയുന്നത് നിങ്ങൾ പ്രോസസ്സിങ്ങിലാണ്, എല്ലാം പ്രോസസ്സിങ്ങിലാണ്. ലാസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ വഴി ആണ് ഞാനിത് അറിയുന്നത് ഇവർ ഫ്രോഡാണെന്നുള്ളത്. അതായത് ബാക്കിയുള്ളവർ കൊടുത്ത പരാതി മേലാണ് ഞാൻ അറിയുന്നത്. അതോടുകൂടി എനിക്ക് എൻ്റെ സമ്മതം, ഞാൻ എൻ്റെ വീട്ടിൽ പോലും പറയാതെ ഞാനൊരു 5-6 മാസക്കാലം ഇതെൻ്റെ മനസ്സിൽ തന്നെ വച്ചിരുന്നു. ഞാൻ എൻ്റെ ബന്ധുക്കളടുത്തോ ആരുടെടുത്തോ പറയാതെ. പിന്നെ എനിക്ക് പറയേണ്ട ഒരു അവസ്ഥ വന്നു. എനിക്ക് എൻ്റെ കുടുംബജീവിതവും വരെ വഴിയാതായ ഒരു അവസ്ഥയാണ്. എൻ്റെ ഫാമിലി തകരാറിലായി, എൻ്റെ കുട്ടികളുടെ പഠനം വരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. എനിക്ക് പൈസ എടുത്ത് എനിക്ക് എൻ്റെ ഞാൻ കടം പലിശയാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ഈ എമൗണ്ടിൻ്റെ ഈ 7 ലക്ഷം രൂപയുടെ പലിശ ആണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, മാസം 20,000 രൂപ. അങ്ങനെയാണ് ഞാൻ കേസ് കൊടുക്കുന്നതും. കേസ് എന്നിട്ട് പോലും 1 വർഷക്കാലമായി അവർ അറസ്റ്റിലായി റിമാൻഡിലായി കഴിഞ്ഞിട്ട് 1 വർഷക്കാലമായിട്ട് പോലും ഈ എൻ്റെ കേസ് പോലും കോടതിയിൽ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അങ്ങനെയാണ് ഞാൻ പ്രവാസ ലോകത്തിൻ്റെ ഒരു പരിപാടി ഞാൻ കാണുന്നതും റഫീഖ് സാറിനെ പരിചയപ്പെട്ട് ഞാൻ ഇത് വിളിച്ച് പറയുന്നത്. സാർ, ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഭാര്യ എന്നെ വിദേശത്തേക്ക് വിടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവരുമായിട്ട് പരിചയപ്പെട്ടത്. 2022 ഞാൻ ഇവരെ പരിചയപ്പെടുകയും എൻ്റെ വയനാട്ടിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരമാണ് ഞാൻ ഈ ഏജൻസി, അതായത് ഇവിടെ ശാസ്തമംഗലത്ത് പ്രവർത്തിക്കുന്ന ബ്രൂക്ക്പോർട്ട് ഏജൻസീസ് എന്ന ഒരു പ്രവൃത്തി, അവർ വിദേശത്തേക്ക് ആളുകളെ കയറ്റി വിടുന്നുണ്ട് എന്ന് എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരം അവരെ പേഴ്സണലായിട്ട് അവരുടെ വയനാട്ടിൽ അവർക്ക് ഒരു 12 ഏക്കർ സ്ഥലമുണ്ട്. വയനാട്ടിൽ മാനന്തവാടിയിൽ പയ്യമ്പള്ളി വില്ലേജിൽ ഇവർക്കൊരു 12 ഏക്കർ സ്ഥലമുണ്ട്. ആ സ്ഥലത്തെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്ത് മുഖാന്തരമാണ് എന്നെ ഇവർ പരിചയപ്പെട്ടത്. അപ്പോൾ ഞാനിവരെ പരിചയപ്പെട്ടപ്പോൾ ഇങ്ങനെ 5 മാസം കൊണ്ട് നിങ്ങൾക്ക് കാനഡയിലേക്ക് പിന്നെ ഇങ്ങനെ ഫുഡ് പ്രൊഡക്റ്റിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ വിസ നിങ്ങൾക്ക് തരിക, അല്ല ഫുഡ് പ്രൊഡക്റ്റ് അല്ല ഫുഡ് പാക്കിംഗ് വിസ ഭാര്യയ്ക്ക് കൊടുത്തുകൊണ്ട് 2.5 ലക്ഷം രൂപ ശമ്പളത്തിൽ നിങ്ങൾക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ഉറപ്പ് നൽകിയതിൻ്റെ പേരിലും ഇവർ എന്നെ ആ പയ്യമ്പള്ളി കൊണ്ടുപോയിട്ട് ഇവരുടെ സ്ഥലം എന്നെ നേരിട്ട് കൊണ്ടുപോയി കാണിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് വളരെ വിശ്വാസമായി. ഈ കരച്ചല്ലൂർ അത്രയും സ്ഥലമുള്ള ഒരാൾ ഒരിക്കലും നമ്മളെ കബളിപ്പിക്കുകയല്ല, വഞ്ചിക്കുകയല്ല എന്നുള്ള ഉറപ്പോട് കൂടിയിട്ടാണ് ഞാൻ ഇവരിലേക്ക് ഈ പൈസ കൊടുക്കുകയും ഈ ഇടപാടുകൾ നടത്താനും തയ്യാറായത്. എനിക്ക് പറയാനുള്ളത് എല്ലാവരുടെയും, ഞങ്ങൾ ഉൾപ്പെട്ടവരുടെ പൈസകളെല്ലാം ഒന്നെങ്കിൽ ഈ സ്ത്രീ ഒറ്റയ്ക്ക് തന്നെയല്ല, എൻ്റെ ഒരു ചിന്താഗതി വെച്ച് പറഞ്ഞാൽ ഒറ്റയ്ക്ക് തന്നെയല്ല ഇവർ നടത്തിയിരിക്കുന്നത്. ഇവർക്ക് പിന്നിൽ നല്ലൊരു നിയമപരമോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് നല്ല പിൻബലം ഉള്ളതുകൊണ്ടാണ് ഇത്രയും അധികം പേരെ ഇവർ കബളിപ്പിച്ചതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കിയതിൻ്റെ ഒരു പശ്ചാത്തലം എൻ്റെ മനസ്സിൽ തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം വെച്ചാൽ ഇവരൊരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ ഇവരുടെ കോര വക്കീലുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. ഇവരുടെ ഇപ്പോൾ നടത്തിക്കൊണ്ട് ഓരോ വക്കീലുമായിട്ട് ഞാൻ സംസാരിച്ചിട്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ ജീവിത സാഹചര്യം വെച്ച് നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ പണം തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കേസിൽ നിന്നൊക്കെ പിന്മാറാം, എനിക്ക് കേസുമായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ അയാൾ സംസാരിച്ചിട്ട് അയാൾ പറയുന്നു അവർ അതിനൊന്നും തയ്യാറാകുന്നില്ല, അതിനൊന്നും അവർ നിയമം കൊണ്ട് തന്നെ നേരിടാനാണ് അവരുദ്ദേശിക്കുന്നതെന്നാളാണ് അയാളും പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ അവർ നല്ല എഫേർട്ടുള്ള അവർക്ക് പിന്നിലൊരു ശക്തി ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാർ, ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ്. എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഈ നമ്പർ കിട്ടി. ഏജൻസി സമീപിച്ചു. അവർ ജോലിയൊക്കെ വാഗ്ദാനം ചെയ്തു. ക്യാഷ് അവർ പറഞ്ഞ എമൗണ്ടൊക്കെ കൊടുത്തു. ഏകദേശം ഒരു വർഷത്തോളം ഇങ്ങനെ ഇപ്പോൾ ശരിയാകുമെന്ന് പറഞ്ഞ് നടന്ന് പിന്നെ ഒരു ലാസ്റ്റിൽ പാസ്പോർട്ടൊക്കെ കൊടുത്തു. 1 വർഷം കഴിഞ്ഞപ്പം പാസ്പോർട്ടെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല, ബന്ധപ്പെടാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് പിന്നെ ഞാൻ 4 ലക്ഷം രൂപ കൊടുത്തത്. അങ്ങനെ നോർക്കയിൽ ഒന്ന് അന്വേഷിക്കാൻ വെച്ച് നോക്കിയപ്പോൾ അവിടെ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല കമ്പനി. അപ്പോൾ അവിടെ നിന്നാണ് പറഞ്ഞത് നിങ്ങൾ പോലീസ് കംപ്ലയിൻറ്റ് ചെയ്യണം. അങ്ങനെ NRI സെല്ലിൽ കംപ്ലയിൻറ്റ് ചെയ്തു. അവിടുന്ന് പിന്നെ പത്തനംതിട്ട SP കംപ്ലയിൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഇവർ വിളിച്ചിട്ട് ഇനി നിങ്ങൾ കംപ്ലയിൻ്റ് കൊടുത്തില്ലേ, അതുകൊണ്ട് നമ്മൾ സ്റ്റേഷൻ നിയമപരമായിട്ട് കാണാമെന്നുള്ള രീതിയിൽ അങ്ങ് പോയി. ജോലിയില്ല,
പൈസ ഇല്ല, അങ്ങനെ അങ്ങ് പോവായിരുന്നു. അങ്ങനെ ശരിക്കും ഞാൻ ബാങ്കിൽ ലോണൊക്കെ എടുത്തായിരുന്നു കൊടുത്തത്. അങ്ങനെ മൊത്തത്തിൽ എൻ്റെ എല്ലാ ഭയങ്കര സാമ്പത്തിക തകർച്ച. അതിനിടയ്ക്ക് നല്ല അവസരങ്ങൾ വന്നു, അതെല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ പ്രായം കുറേ മാറി. പിന്നെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സുഹൃത്ത് ബന്ധത്തിലും എല്ലാം ഈ സാമ്പത്തിക പ്രതിസന്ധി കാരണം വലിയ ഉലച്ചിലാണ്. കാര്യം എല്ലാ രീതിയിലും ഒരു തകർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സാറേ, ഇവർ ആളെ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഫേസ്ബുക്ക് അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്. പിന്നെ ഏറ്റവും ഇതായിട്ടുള്ളത് ഇവർ ആത്മീയമായിട്ടുള്ള ഇത് കൂട്ടം, അതായത് പാസ്റ്റർമാർ, പള്ളിയിലച്ചന്മാർ, ഇവരൊക്കെ മുഖേന അവർക്ക് ഒരാളെ പിടിക്കുന്നതിന് 50,000 രൂപ കമ്മീഷൻ കൊടുത്ത്. ഇപ്പോൾ എന്നെ കൊണ്ടുപോകുന്ന ആൾക്ക് 50,000 രൂപ കമ്മീഷൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവർ. ഒരു പാസ്റ്ററായിരുന്നു, ജോർജ് സ്കറിയ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പത്തനാപുരംകാരൻ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരാളെ പിടിക്കുന്നത്. പിന്നെ ഇവർക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നോർക്ക രജിസ്ട്രേഷൻ ഇല്ല എന്ന് പിന്നെ നമ്മൾ തട്ടിപ്പാന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാം പോയി ചെക്ക് ചെയ്തത്. പക്ഷേ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇവർക്ക് GST നമ്പറുണ്ട്, ഇവർക്ക് വെബ്സൈറ്റ് ഉണ്ട്. അങ്ങനെയൊക്കെ കണ്ടാണ് നമ്മൾ പെട്ടുപോയത്. ഇപ്പോൾ വിളിക്കുന്നവരടുത്തെല്ലാം അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോവുക. അവർക്കറിയാം ഇതൊന്നും ആവുന്നില്ല. ഇപ്പം ഇവർ ചണ്ഡീഗഡിലോട്ട് ഒരു ഏജൻസിയിലോട്ട് പൈസ അയച്ചു കൊടുത്തിട്ടെന്ന് പറഞ്ഞു. പക്ഷേ പോലീസ് അന്വേഷണം അവിടെ പോയായിരുന്നു. അങ്ങനെ ഒരു ഏജൻസി ഇല്ല, എല്ലാം ഫ്രോഡാണ്. ഇവർ തന്നെ ചണ്ഡീഗഡിൽ പോയി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, ആ അക്കൗണ്ടിലോട്ട് പൈസ അയച്ചു, അത് തിരിച്ചു വന്നു. ഇത്രയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പൈസ വെച്ച് ഇപ്പോൾ അവരിവിടെ ലാവിഷായിട്ട് ആയിട്ട് ജീവിക്കുകയാണ്. അവർ ആദ്യം ജയിലിൽ 100 ദിവസം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴത്തേക്കും അവർ ഇരുന്നതും ഇപ്പോൾ ഇരിക്കുന്നതും വേറെ ലെവലാണ്. ഏറ്റവും കൂടിയ ഫുഡ് ഐറ്റംസേ കഴിക്കുള്ളൂ. സ്റ്റാർബക്സിൽ മാത്രമേ ചായ കുടിക്കത്തുള്ളൂ. എല്ലാം അവർ ഇപ്പോൾ ലക്ഷറി ജീവിതമാണ് അവരുടെ മകൻ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം അവരുടെ ഹസ്ബൻഡിന്, ഈ സജു സൈമനെ നമ്മൾ ഫോണുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പുള്ളി മദ്യവും കഴിച്ചുകൊണ്ട് കുറേ എന്തൊക്കെയോ, എൻ്റെ അക്കൗണ്ട് 20 ലക്ഷം രൂപയുണ്ട്, ആ പൈസ വെച്ച് ഞാൻ എന്ത് വേണോ ചെയ്യും, അതൊന്നും നിങ്ങളറിയേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ കേസിൻ്റെ പരമായിട്ട് പൊക്കോളൂ എന്നാണ് പുള്ളി പറയുന്നത്. പുള്ളിക്ക് മന്ത്ലി ഒരു എമൗണ്ട് ഈ ഡോൾഫി സജു സൈമൻ എന്ന് പറഞ്ഞ വ്യക്തി ഈ ലേഡി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്ര രൂപ നമ്മുടെ പൈസ എങ്ങനെയെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നടപടി ഉണ്ടാവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഇറങ്ങി തിരിച്ചേക്കുന്നത്. ഈ 1 വർഷമായി ഇതുവരെ പോലും കേസ് എത്തിയിട്ടില്ല. ഓൾറെഡി മുഖ്യമന്ത്രിനെ കണ്ടു, നോർക്കയെ കണ്ടു, സൈബർ സെല്ലോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അവിടെ പോയി കേസ് കൊടുത്തു ED ഓഫീസിൽ. അതായത് ഇവരെ സ്വത്തുക്കൾ കണ്ടെത്തി, ഈ പണം കണ്ടെത്തി നമുക്ക് തിരിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 5 കോടി രൂപയാണ് പറ്റിച്ചിരിക്കുന്നത്. 5 കോടി. അപ്പോൾ നിങ്ങൾ ഒരുവിധം ചെല്ലേണ്ട സ്ഥലത്തൊക്കെ നിങ്ങൾ എത്തിയിട്ടുണ്ടെന്നാണ്. എത്തി. അതിൻ്റെ എല്ലാം ഉപയോഗം ഇപ്പോഴാണ് ഉണ്ടായത്. കാരണം ഈ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിൻ്റെ ഉപയോഗവും ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പേപ്പർ മ്യൂസിയം സ്റ്റേഷനിൽ വന്നിട്ട് എന്നെ മ്യൂസിയം സ്റ്റേഷനിൽ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തോ? നമ്മൾ കൊടുത്തായിരുന്നു. അത് എന്തിനാണ് കൊടുത്തത്? ഞാൻ പറയും നമ്മുടെ ഈ കേസ് ഇതുവരെയായിട്ട് മുന്നോട്ട് നീങ്ങിയിട്ടില്ല, കോടതിയിൽ പോലും എത്തിയിട്ടില്ല. ഈ മ്യൂസിയം സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ ഇതുവരെയായിട്ടും കോടതിയിൽ കേസ് എത്താത്തത്. ബാക്കിയുള്ള ഏകദേശം വർക്കല സ്റ്റേഷൻ, അരൂർ സ്റ്റേഷൻ, ഇരിഞ്ഞാലക്കുട സ്റ്റേഷൻ, കോട്ടയം, പത്തനംതിട്ട എല്ലാ കേസുകളും കോടതിയിൽ എത്തിക്കഴിഞ്ഞു. ഈ മ്യൂസിയം സ്റ്റേഷൻ മാത്രം ഇതുവരെ കോടതിയിൽ എത്തിയിട്ടില്ല. എന്താ പറഞ്ഞു? അപ്പോൾ പറഞ്ഞു അതിന് നമ്മളത് ചെയ്യുന്നുണ്ട്, നമുക്കിവിടെ പലരും മാറിയും തിരിഞ്ഞും വരുന്നുണ്ട്, ലീവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു മുട്ടാപ്പോക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോലീസ് അങ്ങനെ ഇപ്പോൾ മ്യൂസിയം പോലീസായാലും ശരി, ഏത് പോലീസായാലും ഈ പാവപ്പെട്ട മനുഷ്യരിങ്ങനെ പറ്റിക്കപ്പെടുക, കുടുംബം അനാഥമാവുക, ഈ ഒരു അവസ്ഥയിൽ നമുക്കൊരു സാമൂഹിക ഉത്തരവാദിത്തമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രിനെ കണ്ടിട്ടുണ്ടവർ ഓൾറെഡി കൈരളിയിൽ ഇത് വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പോലീസ് കുറേയും കൂടി ശുഷ്കാന്തി കാണിച്ച് ഇവരെ കേസ് എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് ഒരു പെട്ടെന്ന് തീരുമാനം എത്താവുന്ന നിലയിൽ ഇവരുമായിട്ട് ആശയവിനിമയം നടത്തി ഈ പ്രതികളെന്ന് പറയുന്ന ആളുകളെ കണ്ട് സംസാരിച്ച് അവർ വഴങ്ങുന്നില്ലെങ്കിൽ അടിയന്തരമായിട്ട് കോടതിയിലേക്ക് നീക്കുക. കോടതിയിൽ നിന്ന് എന്താ പറയുന്നുള്ളത് പെട്ടെന്ന് നോക്കുക. എങ്കിലും നമ്മൾ പരിശ്രമിക്കുക, നിങ്ങൾ തളരരുത്, നിങ്ങൾ ഒരിക്കലും എന്താ പറയുക ഈ ഫൈറ്റ് നിർത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെയും ഇതിൽ പറ്റിച്ചിട്ടുണ്ട്. അത് 11 ലക്ഷം രൂപയാണ് കൊടുത്തത്. ഇവിടെ വരാൻ പറ്റിയിട്ടില്ല. കാരണം പുള്ളിക്കാരത്തേക്ക് വീട് ജപ്തിയുടെ ഭീഷണി ആയപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി ഇപ്പോൾ ദുബായിലേക്ക് പോയിരിക്കുകയാണ്, എന്തോ ഒരു ജോലിക്കായിട്ട്. 2-3 ദിവസമായുള്ളൂ പോയിട്ട്, അല്ലെങ്കിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ട ഒരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് പുള്ളിക്കാരത്തെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഈ മുഖ്യമന്ത്രിയുടെ പരാതി ചെന്നപ്പോഴത്തേക്ക് മ്യൂസിയം സ്റ്റേഷനിലും വട്ടിയൂർക്കാവ് സ്റ്റേഷനിലും ചെന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട്. എന്തോ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടൽ വന്നപ്പോഴത്തേക്ക് കുറച്ച് എന്തൊക്കെയോ ഒരു ചെറിയ ആക്ഷൻ വരുന്നുണ്ട്. അതാണ് കൂടുതലായിട്ട് ഈ സജു സൈമനെ പുറത്താക്കാൻ തന്നെ കാരണം ഒരു മണി ഫ്രോഡ് ആയതുകൊണ്ട് മാത്രമാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് സജു സൈമൻ അല്ലേ?
നിങ്ങൾ മര്യാദയായില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്തരത്തിൽ പാവപ്പെട്ട 10-62 പേരെ പറ്റിച്ചിട്ട് നിങ്ങളെന്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? ആ പാർട്ടിക്ക് തന്നെ മോശമല്ലേ? നിങ്ങൾ ഉൾക്കൊള്ളുന്ന പാർട്ടിക്ക് തന്നെ മോശമല്ലേ? നിങ്ങളിത് കോടതി തീരുമാനിക്കട്ടെ എന്നൊക്കെ പറയുന്നത് മര്യാദയുള്ള കാര്യമല്ല. അവരെ വിളിച്ചിരുത്തി സമാധാനിപ്പിച്ച് അവർക്ക് കൊടുക്കാവുന്ന പൈസ എങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുമെന്നുള്ളത് നോക്കുക. അല്ലാതെ ഈ 10-62 ആളെ തെരുവിൽ ഇറക്കിയിട്ട് നിങ്ങൾ എന്താ കാണിക്കുക? ഇവിടുത്തെ നിയമം വൈകി കിട്ടുന്ന നീതിയാണ് ഇവിടെ ഉള്ളത്. അതാണ് അതിൻ്റെ പ്രശ്നം. ഈ ആളുകൾക്കൊക്കെ കിട്ടാവുന്ന നീതി വൈകി കിട്ടും. ഇവർ പലരും ജീവിതത്തിൻ്റെ ആത്മഹത്യയുടെ വക്കീലാണ്. അപ്പോൾ പോലീസും ഈ മുതലാളിമാരെ അല്ലെങ്കിൽ പറ്റിക്കുന്ന ആളുകളെ വിളിച്ചിട്ട് അമ്മയും മകനെയും അച്ഛനെയും ഒക്കെ വിളിച്ചിരുത്തി എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പോലീസിനും ഇത്തരം കാര്യങ്ങളിൽ നിയമത്തിൻ്റെ അപ്പുറത്തേക്ക് ഇടപെടാനുള്ള ശേഷി ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാമൂഹ്യ വിഷയങ്ങളിൽ ഇവർ രണ്ടു കൂട്ടരെയും വിളിച്ചിരുത്തി പ്രശ്നം അവസാനിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തണം എന്നുകൂടി ഒരു അഭ്യർത്ഥന ഞങ്ങൾക്ക് വയ്ക്കാനുണ്ട്. കുടുംബത്തിനോടും പറയാനുള്ളത് നിങ്ങൾ ആവശ്യമില്ലാത്ത പരിപാടി ഉപേക്ഷിക്കുക. അതുകൊണ്ടൊന്നും ഒരു ഗുണവും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ ഭയങ്കര ദുരന്തത്തിലേക്കാണ് പോവുക. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ വിചാരിക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ ശബ്ദം കെട്ടു പോകുന്ന ഒരു ശബ്ദം കെട്ടുമില്ല. ഇവരുടെ ഫൈറ്റ് തുടരും. ഇവർ ഏത് കാലത്തും നിങ്ങളെ പിന്നിലുണ്ടാവും കിട്ടാത്തോടത്തോളം കാലം. അതുകൊണ്ട് അച്ഛനോടും അമ്മയോടും മകനോടൊക്കെ പറയാനുള്ളത് നീതിപൂർവമായ പൈസയെ നിലനിൽക്കുകയുള്ളൂ. അതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ശരി, നമുക്ക് നോക്കാം.